ആറന്മുളയിലെ ജനവിധിയിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. കേരള നിയമസഭയിൽ ഇക്കുറി ദേശീയതയുടെ ശബ്ദം മുഴങ്ങും. ഇടത് വലത് മുന്നണികളെ മടുത്ത ജനങ്ങൾ തൂക്കുസഭയ്ക്കായാണ് വിധി എഴുതിയതെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ജനവിധി എന്താണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. എന്നോടൊപ്പം ആറന്മുളയുടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ ചേരുകയാണ്. രാജേട്ടാ നമസ്തേ. ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ്, ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി. അവസാന നിമിഷത്തിലെ പ്രതീക്ഷ എത്രത്തോളമാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ഒരിക്കലും തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. കാരണം തുടക്കം മുതൽ തന്നെ ജനങ്ങൾ നൽകിയ പിന്തുണയുണ്ട്. കാരണം അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 70 വർഷക്കാലം ഇവിടെ LDF UDF മാറി മാറി ജനപ്രതിനിധികൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ യാതൊരുവിധ പുരോഗതിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയാണ്. അതെനിക്ക് അനുകൂലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ കണക്കുകളൊക്കെ എങ്ങനെയാണ് ചേട്ടാ, വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ? 1,52,000 ആളുകൾ ഇവിടെ വോട്ട് ചെയ്തു. നല്ലൊരു വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടുമുണ്ട്. ഏറിയ പങ്കും ആൾക്കാർ, എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വളരെ ആവേശപൂർവ്വം അവർ പോളിംഗ് ബൂത്തിലേക്ക് പോയത് ഏത് വിധത്തിലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ചെന്ന് കണ്ട് ഞാൻ സംസാരിക്കുന്നിടത്തുനിന്നെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ പറയുന്നുമുണ്ട്. പിന്നെ എങ്ങനെ വിധി വരും എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നമുക്കറിയാൻ സാധിക്കുമല്ലോ. അത് വരട്ടെ എന്നാണ് എൻ്റെയും ആശ്വാസം. മുഴുവൻ കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളെയും കൊണ്ട് ഞങ്ങൾ വലഞ്ഞു മതിയായി. ഇനി ഈ ഒരു LDF UDF ഭരണം കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ജനങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലൊരു ഹങ് അസംബ്ലി, ഒരു ത്രിശങ്കു ഒരു അസംബ്ലി ആയിരിക്കും വരിക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കരുതുന്നത്. അതുതന്നെ രണ്ട് മുന്നണിയോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു പുതിയ സഖ്യങ്ങളും സമവാക്യങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവാണ്, ഒരു ക്രോസ് റോഡിലാണ് കേരള രാഷ്ട്രീയം വന്ന് നിൽക്കുന്നത്. മൂന്നാം മുന്നണി എന്നുള്ള രീതിയിൽ കൂടുതൽ ശക്തമായിട്ട് NDA വേരുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. അല്ല, ഏതും NDAക്ക് ഇപ്രാവശ്യം വളരെ കൂടുതൽ വോട്ട് കിട്ടും. ഒന്ന്, NDAയോടൊപ്പം തന്നെ ഘടകകക്ഷികൾ വേറെയും വന്നു. NDA വിപുലമായി, വ്യാപകമായി, ശക്തമായി. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയുണ്ട്, ജനപിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. അത് വോട്ടിലും പ്രതിഫലിക്കും. അസംബ്ലിയിൽ NDAയുടെ ശബ്ദം അല്ലെങ്കിൽ ദേശീയതയുടെ ശബ്ദം ഇക്കുറി എന്തായാലും ഉണ്ടാവും. കേരള നിയമസഭ ഉണ്ടാവും. അക്കൗണ്ട് വീണ്ടും തുറക്കും. ഒന്ന് തുറന്നതാണ് ഇനി വീണ്ടും ഒരു കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വലിയ അസംബ്ലിയിലേക്കുള്ള വൻ തിരിച്ചു വരവാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി രാജേട്ടാ. എന്തായാലും എല്ലാ വിജയാശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. അവസാന ഘട്ടത്തിലും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ജനവിധി കൃത്യമായിട്ട് വളരെ പോസിറ്റീവായി തന്നെ മാറും. കൃത്യമായിട്ട് കണക്കുകളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കേരളത്തിൽ തീർച്ചയായിട്ടും ഇനി ദേശീയതയുടെ ആ ഒരു ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങി കേൾക്കും. അതിനുള്ള എല്ലാ അവസരവും ഉണ്ട് എന്ന് തന്നെയാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയത്.